അതോടൊപ്പം തിരിച്ചറിയാനാകാത്ത മൃതദേഹ ഭാഗങ്ങൾ ഒക്കെ കൂട്ടമായി സംസ്കരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ സ്ഥലത്ത് ക്രമീകരിക്കുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ അവിടെ തയ്യാറായിരിക്കുകയാണ്. അവിടെ നിന്നും അനിൽ നമ്പ്യാർ ചേരുന്നു. അനിൽ, കൂട്ടമായി തിരിച്ചറിയാനാകാത്ത മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? പ്ലാന്റേഷന്റെ ആ മണ്ണിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ കുഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 160 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം 38ഓളം മൃതദേഹങ്ങളും ഉണ്ട്. അപ്പോൾ മൃതദേഹങ്ങളുടെയും മൃതദേഹ അവശിഷ്ടങ്ങളുടെയും സംസ്കാരം ഇന്ന് പൂർണ്ണമായിട്ട് നടക്കില്ല. ഇപ്പോ ഈ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി, അതായത് തിരിച്ചറിയാനാവാത്ത പരമാവധി മൃതദേഹങ്ങളും അതുപോലെ മൃതദേഹ അവശിഷ്ടങ്ങളും ഇവിടെ കുഴിച്ചിടാനാണ്, സംസ്കരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഈ കൂട്ട സംസ്കാരത്തിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് നേരത്തെ തന്നെ 4 മണിയോടുകൂടി സർവ്വമത പ്രാർത്ഥനയോടുകൂടി സംസ്കാരം നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇത് നീണ്ടു പോവുകയാണ്. സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ഇനി നാളെ ആരെങ്കിലും അന്വേഷിച്ച് വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ കുഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ JCB ഉപയോഗിച്ച് മൃതദേഹങ്ങൾ മറവ് ചെയ്യാനുള്ള ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മൃതദേഹങ്ങൾ ഇതുവരെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് വിട്ടുകൊടുക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. ജില്ലാ കളക്ടറാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും സ്ഥലത്ത് കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, പുതിയ കുഴികൾ കുത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർ അതിൽ തിരിച്ചറിയാനാവാത്തവർ, അവരുടെ മൃതദേഹങ്ങൾ പലതും ജീർണാവസ്ഥയിലാണ്. അതുകൊണ്ട് കൂടുതൽ സമയം അത് വെക്കാനും സാധ്യമല്ല. ഇത് മറവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിലവിൽ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങളാണ്. ഇനിയും ഒരുപാട് പേര് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ കണ്ടെത്തുകയും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് തെരച്ചിലിന്റെ 6ാം ദിനമാണ്. പക്ഷേ സൈന്യവും അതുപോലെ കേരള പോലീസും ഒക്കെ അറിയിക്കുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ ഇനി മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുക അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് അത് സംസ്കരിക്കുക, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. സർവ്വമത പ്രാർത്ഥനയോടുകൂടി ആ സംസ്കാരത്തിനായിട്ട് പുത്തുമലയിലെ ഈ ഹാരിസൺ പ്ലാന്റേഷന്റെ ആ ഭൂമി അത് തയ്യാറായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ആ തടസ്സങ്ങൾ മാറിക്കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോ കാലാവസ്ഥ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുമെന്ന് പറയുന്നു. റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു അറിയിപ്പ്, ഇന്ന് 8 മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും മാത്രമേ, അതിൽ 2 ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ സംസ്കാരം മാത്രമേ ഇന്ന് നടക്കൂ എന്നാണ് റവന്യൂ മന്ത്രി രാജൻ അറിയിച്ചിരിക്കുന്നത്. രോഹിണി, അതോടൊപ്പം അനിൽ, റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഇത്തരത്തിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കും, അതിന്റെ തയ്യാറെടുപ്പുകളിലാണ്. ഇന്ന് 8 മൃതദേഹങ്ങൾ മാത്രമേ സംസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം DNA പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ചിട്ടുണ്ട് സാമ്പിളുകൾ എന്നും അറിയിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിലും ഇത് ആരുടെയൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് DNA പരിശോധനയ്ക്കായുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഈ സാങ്കേതികമായി നിലനിൽക്കുന്ന ഒരു കാലതാമസം എന്തുകൊണ്ടായിരിക്കാം? രോഹിണി, അതായത് മൃതദേഹങ്ങൾക്ക് ഇനി നാളെ അവകാശികൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ അറിയിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം, ആ പരാതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ രംഗത്ത് വരികയാണെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി മൃതദേഹം സംസ്കരിക്കുക, ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ജില്ലാ കലക്ടറുടെ ഉത്തരവ്, ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്
കിട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലതാമസം. 4 മണിക്ക് സർവ്വമത പ്രാർത്ഥനയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പൊ നോക്കൂ, സമയം നീണ്ടു പോവുകയാണ്. മൃതദേഹങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വലിയൊരു ജനസഞ്ചയം ഇവിടെയുണ്ട്. എല്ലാ മതങ്ങളിൽ പെട്ട ആളുകളും ഉണ്ട്. മാത്രമല്ല ഈ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഈ മേഖലയിൽ ഉണ്ട്. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പ്രശ്നമായി മാറും. എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. വരും ദിവസങ്ങളിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് കൃത്യമായിട്ട് അതിൽ യാതൊരു തർക്കവും ഇല്ലാതെ സംസ്കരിക്കുക. മൃതദേഹങ്ങളെ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. അവരിൽ ഈ ബന്ധപ്പെട്ടവരുടെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു സംസ്കാരം നടക്കുന്നു എന്നറിഞ്ഞ് ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുന്നവർ, അത്തരക്കാർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ ഒരു ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു സംശയം നീക്കുക, ആ ഒരു ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന് ഉണ്ട്, ജില്ലാ കലക്ടർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ഇത്തരമൊരു സംസ്കാരത്തിന് ജില്ലാ കലക്ടർ അനുമതി നൽകൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും റവന്യൂ മന്ത്രി ഇന്ന് അറിയിച്ചിരിക്കുന്നത് 8 മൃതദേഹങ്ങളുടെ സംസ്കാരം ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി റവന്യൂ മന്ത്രിയുടെ അനുമതിയോടുകൂടി ജില്ലാ കലക്ടർ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇറക്കേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകരുത് എന്ന് നിഷ്കർഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി കാലതാമസം ഉണ്ടാകും. എന്തായാലും മേപ്പാടിയിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ഒക്കെ ഈ പുത്തുമലയിലുള്ള ഈ ഭൂമിയിലേക്ക്, ഈ സംസ്കാരം നടക്കുന്ന ഈ ഭൂമിയിലേക്ക്, ഈ ഹാരിസൺ എസ്റ്റേറ്റിൻ പ്ലാന്റേഷന്റെ ഈ ഭൂമിയിലേക്ക് എത്തിക്കേണ്ടത്. നേപ്പാളിൽ നിന്ന് ഇതുവരെ തിരിച്ചിട്ടില്ല. ആ ഒരു മെസ്സേജ്, ആ ഒരു സന്ദേശം അവിടെ നിന്ന് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. രോഹിണി, അനിൽ, അതോടൊപ്പം അവിടെ ധാരാളം ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. ഇതെല്ലാം സന്നദ്ധ പ്രവർത്തകർ തന്നെയാണോ, അതോ ഇങ്ങനെ കൂട്ടമായി സംസ്കരിക്കുന്നതിലുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അവിടെ വന്നു ചേർന്നിട്ടുണ്ടോ? രോഹിണി, ഈ നിലവിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ആണ് ഈ മണ്ണിൽ എന്റെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ആണ്. ഇവർ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഈ മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരി മട്ടത്തും അതുപോലെ ഈ ചൂരൽമലയിലുമൊക്കെ ഈ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കർമ്മധീരരായിട്ടുള്ള വ്യക്തികൾ ആണ് ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇതിൽ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഒരുപക്ഷെ ഉണ്ടാവും, അവരും എത്തിയിട്ടുണ്ടാവും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്താ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ആണ് കുറെ കൂടുതലായിട്ട് ഉള്ളത്. അല്ലാതെ കുറെ പേർ ഈ പരിസരത്തുണ്ട്, നാട്ടുകാർ ഉണ്ട്. അതുകൊണ്ട് ഈ ബന്ധുക്കൾ എന്തെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചായിട്ട് ഈ മേഖലയിൽ ഉള്ളതായി അറിവില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഈ മൃതദേഹങ്ങളുടെ ഈ അവകാശികളായിട്ടുള്ള ആളുകളും ഒരുപക്ഷെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ടാവും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ചില നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ കൂട്ടസംസ്കാരം നടത്തുക. അതിൽ ഇതുവരെ തർക്കങ്ങളോ പരാതികളോ ഉന്നയിച്ചതായിട്ട് അറിവില്ല. പക്ഷേ എങ്കിലും ഭരണകൂടത്തിന് അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. നാളെ ഇതിന്റെ അവകാശം ആരും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉത്തരവ് ഇറക്കിയതിനു ശേഷം ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അത് തീർച്ചയായും അത് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആണ്. അത് മാത്രമല്ല, ഈ നാളെ ഒരു പരാതി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നേരത്തെ തന്നെ കൊടുത്തിരുന്നു എന്ന് ഭരണകൂടത്തിന് അത് ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത്. മേപ്പാടിയിലെ ആ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് താമസം വരുന്നത്. ആ കാലതാമസം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെയായും മേപ്പാടിയിൽ നിന്ന് മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ട് തിരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താമസിയാതെ തന്നെ ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവർ ഈ ജോലികളിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്ന് നമുക്ക് കാണാനാവുന്നത്, പ്രേക്ഷകർക്ക് കാണാൻ ആവുന്നത്. ഉരുൾപൊട്ടലിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്ക് ഇല്ല. മരണസംഖ്യ
ഇപ്പോൾ സർക്കാരിന്റെ കണക്ക് പ്രകാരം 250 താഴെയേ ഉള്ളൂ. പക്ഷെ ഈ നാട്ടുകാർ, ഇന്ന് ഞങ്ങൾ കണ്ട നാട്ടുകാർ പറയുന്നത് അവരുടെ ഒറ്റവരും ഒരേവരും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു. മാത്രമല്ല ആരിസന്റെ തന്നെ എസ്റ്റേറ്റിലുള്ള മുണ്ടക്കൈ മേഖലയിലുള്ള എസ്റ്റേറ്റിൽ തന്നെ നിരവധി അതിഥി തൊഴിലാളികൾ ഉണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള കണക്ക് അത് പ്ലാന്റേഷൻ അധികൃതരാണ് പുറത്തു വിടേണ്ടത്. അക്കാര്യത്തിലും ഇതുവരെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എത്ര പ്രവർത്തകർ, സംസ്ഥാനത്തിന് വെളിയിലുള്ള എത്ര പ്രവർത്തകരല്ല എത്ര തൊഴിലാളികൾ അവർ അവിടെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് ഇതുവരെ പ്ലാന്റേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവർ പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ എത്രത്തോളം ഉയരും എന്ന കാര്യത്തിൽ അത് ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ച മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് ഈ സംസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളെക്കാൾ കാണാത്ത മൃതദേഹങ്ങൾ പലതും മണ്ണിനടിയിലുണ്ട്, അല്ലെ പല കോണുകളിലായി ചിതറിക്കിടപ്പുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചാലിയാറിൽ നിന്ന് കുറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മാത്രമല്ല നെഹ്റു മേഖലയിൽ നിന്ന് കുറെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. വനമേഖലയിൽ കുറെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി പറയുന്നുണ്ട്. എന്നാലും ഇവിടെ ഇപ്പോ ഈ ചൂരൽമലയിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്, ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള തെരച്ചിലിൽ മൃതദേഹങ്ങൾ പിന്തുടരാൻ ആയിട്ടില്ല. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, അത് മാത്രമല്ല അത് ഇന്ന് ചില ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ്, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് കണ്ട് കിട്ടിയത്. മാത്രമല്ല ഇന്ന് പ്രധാനമായും ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ തടസ്സങ്ങൾ, ഈ പുഴയുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ, വലിയ വലിയ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ അത് നീക്കാൻ ആയിരുന്നു JCB അതുപോലെ മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ പ്രദേശങ്ങളിൽ മുണ്ടക്കൈ, അതുപോലെ പുഞ്ചിരിമട്ടം, അതുപോലെ ചൂരൽമല ചില സോണുകൾ തിരിച്ചുകൊണ്ടായിരുന്നു ഇതുവരെയായിട്ടുള്ള തെരച്ചിൽ. ആ മേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇന്നലെ കുറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. പക്ഷെ ഇന്ന് കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളാണ് അതിൽ പലതും. ആ മൃതദേഹാവശിഷ്ടങ്ങൾ അത് വളരെ കുറവാണ്. അതുകൊണ്ട് ആ സാധ്യത ഇനി അതൊരു അടഞ്ഞ അധ്യായമായിട്ട് പൂർണ്ണ ദേഹത്തോട് കൂടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങൾ അത് ചിന്ന ഭിന്നമാകാത്ത ആകാതെയുള്ള ശരീരഭാഗങ്ങൾ ചിന്ന ഭിന്നമാകാതെയുള്ള മൃതദേഹങ്ങൾ കണ്ടെടുക്കുക അസാധ്യമായി മാറിയിരിക്കുന്നു. രോഹിണി, എന്തായാലും എത്രയും പെട്ടെന്ന് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് മൃതദേഹങ്ങൾ കിട്ടിയതും അത് വീണ്ടും ജീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിൽ കൂട്ട സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാതെ ആശുപത്രികൾ കയറി ഇറങ്ങുന്നവരുണ്ട്. പല മേഖലകളിൽ നിന്നായിട്ട് മൃതദേഹങ്ങൾ വരുന്നുണ്ട്. നിലമ്പൂർ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളെല്ലാം മേപ്പാടിയിലേക്കാണ് കൊണ്ടുവരുന്നത്. രോഹിണി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ DNA പരിശോധനക്കായിട്ട് ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതും പക്ഷേ വലിയൊരു ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷേ എങ്കിലും ഭാവിയിൽ വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ട് DNA പരിശോധനക്കായിട്ട് കൃത്യമായിട്ട് മൃതദേഹ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതും ഭരണകൂടം അത് ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നടത്താൻ സാധിക്കുന്നത്.